പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ആളുടെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ആൾ പറയും നോ 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 ട്രയൽ ബോൾ. പക്ഷേ കളിക്കാൻ അവിടെ കൂടുതലുള്ള ആരും സമ്മതിക്കില്ല. അങ്ങനെ അവസാനം ഔട്ട് അയാൾ കയറിപ്പോണ്ട്. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ നമുക്ക് പല തെറ്റുകളും പറ്റും. തെറ്റ് വരുമ്പോൾ ട്രയൽ ബോൾ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് സെക്കൻഡ് ചാൻസേ കിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് സെക്കൻഡ് ചാൻസ് കിട്ടും. എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടൻറ്റ് ക്രിയേഷനില്ല, അതെനിക്കൊരു സെക്കൻഡ് ചാൻസാണ്. കഴിഞ്ഞ 2016 വീഡിയോ ഇട്ടു, മോട്ടിവേഷണൽ വീഡിയോ ഇട്ടു. അവസാനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, മോട്ടിവേഷണൽ സ്പീക്കറിന് മോട്ടിവേഷൻ വേണ്ടൊരവസ്ഥ. അങ്ങനെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇനി എന്തിന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോയി, ആ ഒരു പ്രതീക്ഷയൊക്കെ പോയി. ഇനി വീഡിയോ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല ഒരു ഓഡിയൻസ് ഫോളോവേഴ്സൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നു. പിന്നെ ഈയിടെയായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫോളോവേഴ്സ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ റീച്ച്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ഫീൽ വെൻ യു ക്രിയേറ്റ് ദ കണ്ടൻറ്റ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൂഡ് മാറി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള എൻ്റെ ആ ഒരു ഫോക്കസ് മാറി. കാരണം ദിസ് ഈസ് മീ. ഇത് വീഡിയോ എടുക്കുമ്പോൾ ഐ ആം മൈ സെൽഫ്, ഐ എം എൻജോയിങ് എവറി മൊമെൻറ്റ് ഓഫ് ഇറ്റ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങളതെങ്ങനെ യൂസ് ചെയ്യുക? എൻ്റെ സെക്കൻഡ് ചാൻസ് ഞാൻ യൂസ് ചെയ്യുകയാണ്. പണ്ട് ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് എന്നൊക്കെ പഠിച്ച് പുതിയൊരു ആറ്റിറ്റ്യൂഡുമായിട്ടാണ് ദിസ് ടൈം ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെക്കൻഡ് ചാൻസ് കിട്ടിയിട്ടുണ്ടോ? ഇനി സെക്കൻഡ് ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ പഴയ മിസ്റ്റേക്സൊക്കെ വീണ്ടും ആവർത്തിക്കുമോ? അതോ ഒരു ബെറ്ററായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങളെ സമീപിക്കുമോ? പറയും.